ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മളൊരു നോട്ടിഫിക്കേഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിസർവേഷൻ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ്, OBC SC ST സ്റ്റുഡൻസിനും വേണ്ടിയിട്ട്. സോ അതിൽ 92 പൊസിഷനുകളാണ്, 92 പൊസിഷനുകൾ ഫില്ല് ചെയ്യാനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ. അപ്പോൾ അതിന്റെ നമ്പർ ഓഫ് പോസ്റ്റ് വേക്കൻസികൾ വരുന്നത് നമുക്ക് ടോട്ടൽ വരുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ് 3, സിവിൽ എഞ്ചിനീയറിംഗ് 3, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 26 വരുന്നുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ 7, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 34, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെറ്റലർജി എഞ്ചിനീയറിംഗ് 5, അതുപോലെ മൈനിങ് എഞ്ചിനീയർ. ടോട്ടല് 92 വേക്കൻസിയിലോട്ടാണ് സെയിൽ പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഓരോന്നിലും നമ്മളത് ബാക്ക്ലോഗ് ആയിട്ടുള്ള, അതായത് ഫില്ല് ചെയ്യാത്ത പോസ്റ്റുകളിലോട്ടുള്ളതാണ്. അതായത് SC ST OBC NCL നോൺ ക്രിമിനൽ ലെയറിൽ OBC ഈ ഒരു കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്, സെയിൽ വിളിച്ചിട്ടുള്ളത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബിടെക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ മെക്കാനിക്കലിലൊക്കെ ബിടെക് പാസ്സായവർക്കാണ് ഇതിന്റെ എലിജിബിലിറ്റി പറയുന്നത്. ക്വാളിഫിക്കേഷൻ പറയുന്നത് മിനിമം 65% മാർക്കാണ് പറയുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം ഈ പറയുന്ന ബ്രാഞ്ചുകളിൽ: കെമിക്കല്, സിവില്, ഇലക്ട്രിക്കല്, ഇൻസ്ട്രുമെന്റേഷൻ, മെക്കാനിക്കല്, മെറ്റലർജി ആൻഡ് മൈനിങ്. ഈ പറയുന്ന ബ്രാഞ്ചുകളിൽ 65% മാർക്ക് നേടിയിട്ട് അതിൽ പറയുന്നുണ്ട്. എല്ലാ സെമസ്റ്ററിലെയും കൂടെ മാർക്ക് നോക്കിയിട്ട് അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? 65% വേണം. ഓക്കെ ആണല്ലോ. ഇനി ഏജ് ലിമിറ്റ് വരുന്നത് ഈ വരുന്ന 31 എന്ന് പറയാൻ കാരണം ഈ December 31 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ആ സമയത്തോട്ട് SC ST ആണെങ്കിൽ 33 ഇയേഴ്സ്, OBC ആണെങ്കിൽ 31 ഇയേഴ്സ്. പിന്നെ ബാക്കിയുള്ളവർക്ക് അതിനനുസരിച്ചുള്ള റിസർവേഷൻ ഉണ്ട്. അപ്പൊ 31, 33 ഇതാണ് OBCക്കും അതുപോലെ SC STക്കും ഏജ് വരുന്നത്, ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു 31/12/2023 ഈ പറയുന്ന ഏജ് വരെ ഉള്ളവർക്ക് 32 ആവാൻ പാടില്ല, അതുപോലെ 33 ആവാൻ പാടില്ല. ഓക്കെ ആണല്ലോ. അതുവരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റേ വരുന്നുള്ളൂ. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT വരുന്നുണ്ട്. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, ഏകദേശം ഒരു 1:3 എന്നുള്ള രീതിയിൽ 1:3 എന്നുള്ള റേഷ്യോയിലായിരിക്കും നമ്മുടെ ടെസ്റ്റിൽ നിന്നും കുട്ടികൾ എടുക്കുന്നത്. ഓക്കെ, കുട്ടികൾ എടുക്കുന്ന ടോട്ടൽ വേക്കൻസിയുടെ ×3 ആയിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷൻ എടുക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ഇന്റർവ്യൂ, ലാസ്റ്റ് ബയോമെട്രിക് വെരിഫിക്കേഷൻ. അത് ഉദ്ദേശിച്ചത് നമ്മുടെ സൈന് ബാക്കി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുകളാണ്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് 200 മാർക്കിന്റെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ്. 200 മാർക്കിന്റെ ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ്. അതിൽ 2 പാർട്ടായിട്ട്, അതിൽ 100 മാർക്കിന് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ, നിങ്ങൾ മെക്കാനിക്കൽ അതുപോലെ ആ രീതിയിൽ. ഓക്കെ, ആ രീതിയിൽ വരും. അതിൽ 100 മാർക്സ് വരുന്നത് നോൺ ടെക്നിക്കൽ, 100 മാർക്സ് വരുന്നത് നോൺ ടെക്നിക്കൽ. അപ്പൊ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോ അതിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ നമ്മളെ ഹാൾ ടിക്കറ്റിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ 200 മാർക്ക് കൺസിസ്റ്റ് ചെയ്യുന്ന എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട്. 200 മാർക്ക്. അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്ന ഡൊമൈൻ നോളേജ് ടെസ്റ്റ് 40 മിനിറ്റ് 100 മാർക്ക് എന്നാണ്. കുറഞ്ഞ സമയമുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും. ന്യൂമറിക്കലൊക്കെ കുറഞ്ഞിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസുകളായിരിക്കും. സെക്കൻഡ് പാർട്ടിൽ 80 മിനിറ്റ് ഉണ്ട്. പക്ഷെ അതിൽ ഏതാണ് വരുന്നത്? അത് നമുക്ക് 4 കാര്യങ്ങളാണ് നോൺ ടെക്നിക്കൽ വരുന്നത്. ഒന്ന് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, റീസണിങ്, അതുപോലെ GK. ആ 4നും ഓരോന്നും 25 മാർക്ക് വെച്ചിട്ട് 100 മാർക്ക്. അപ്പൊ ടോട്ടൽ 200 മാർക്കിൽ 100 മാർക്ക് നമ്മുടെ ടെക്നിക്കലാണ്. അപ്പൊ ഈ RRB പോലുള്ള അല്ലെങ്കിൽ ടെക്കും നോൺ ടെക്കും കൂടെ സിലബസിൽ വരുന്ന രീതിയിലുള്ള എക്സാംസുകൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു എക്സാംസിന്. അപ്പൊ ഇതിന്റെ ഒരു സാലറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ബേസിക് പേ തന്നെ 50,000 ഉണ്ട്. ടോട്ടൽ എന്ന് പറയുന്നത്, ടോട്ടൽ നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് നമുക്ക് പീരിയഡിൽ 60,000 to 1,80,000, അതായത് അറൌണ്ട് 1 lakh നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് സെയിലൊക്കെയുള്ള മാനേജ്മെന്റ് ട്രെയിനിങ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെയിലൊക്കെ വരുന്നത് അറൌണ്ട് 1 lakh തന്നെ സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടും. അതുപോലെ ഇതിന് അപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഒരു സൈറ്റിൽ www.sail.co.in സെയിലിന്റെ ഔദ്യോഗിക സൈറ്റിൽ കയറിയിട്ട് അതിൽ കരിയർ ഓപ്ഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുന്ന ബാക്കി നമ്മൾ ഓഫ്ലൈൻ ഒന്നുമില്ല, കംപ്ലീറ്റ് ഓൺലൈൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഒരു ഫോട്ടോ, അതുപോലെ സൈന്. അതിന്റെ പറഞ്ഞിട്ടുള്ള 50 KB-യിലും കുറവായിരിക്കണം ഫോട്ടോ, 20 KB-യിലും കുറവായിരിക്കണം നമ്മുടെ സൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. OBCക്ക് വരുന്നത് 700ഉം അതുപോലെ തന്നെ SC STക്ക് വരുന്നത് 200 ആണ്. നമ്മൾ ഈ എക്സാമിന് നമ്മുടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട്, പ്രോസസിംഗ് ഫീ ആയിട്ട് വരുന്നത് 700 ആണ് OBC കാൻഡിഡേറ്റ്സിന്, 200 ആണ് SC ST
ഗ്യാരണ്ടേഴ്സിന് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ 11 മുതൽ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളേക്ക് തന്നെ മാറ്റി വെക്കാതെ ഇത് ഉദ്ദേശിക്കുന്നവർ ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ 31 ഓർത്തു വെച്ചോ. ഡിസംബർ 31 നമുക്ക് അവസാന ഡേറ്റ് വരുന്നത്. എക്സാം എന്ന് പറയുന്നത് ഏകദേശം ജാനുവരി ഓർ ഫെബ്രുവരി ആയിട്ട് തന്നെ ഉണ്ടാവും. അതായത് അപ്ലൈ ചെയ്ത് 1-2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് 92 പോസ്റ്റ് ആണെന്ന് കരുതി ഇത് കിട്ടുമോ നോക്കണ്ട. ഞാൻ പറഞ്ഞത് നമ്മള് ഒരൊറ്റ പോസ്റ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളത് വൃത്തിയിൽ പഠിച്ചിട്ട് പോയിട്ട് എഴുതുക. ഓക്കെ. ഇപ്പൊ നമുക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ. നമുക്ക് നല്ല ഇന്റർവ്യൂലും അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകാം. ഇതായിരിക്കും ചിലപ്പോൾ നമുക്ക് വിധിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ പോയിട്ട് എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക. ഇതിന്റെ ബാക്കി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു.